എന്താ കുറേ പേര് കമന്റ് ഇട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഡെയിലി വീഡിയോ ഇടണം കേട്ടോ. എന്തിടാനാ, ഞാനിങ്ങനെ സംസാരിച്ചിട്ട് ഇവിടെ വേദന കൊണ്ട് എന്തെങ്കിലും ഒന്ന് മിണ്ടിയൊക്കെ പറ്റുകയാണെങ്കിൽ ഫോട്ടോസ് കാണിക്കാട്ടോ. ഞങ്ങളത് ഓൾറെഡി പറഞ്ഞ് എന്താ കാണിച്ചേ. ഞാൻ ഇപ്പൊ അങ്ങനെ ആലോചിക്കും, ഞാൻ എന്ത് കണ്ടിട്ടാന്ന് ഇഷ്ടപ്പെട്ട്. അത്രയും ബെസ്റ്റ് ഫ്രണ്ട്. ഓള് മെലിഞ്ഞിട്ടാണ്, ഭയങ്കര മെല്ലിട്ട് പറഞ്ഞാൽ ഭയങ്കര മെല്ലിട്ട്. എന്റെ പകുതി ഉള്ളു ഓള്. ആരാണ്? അല്ല ആരാന്ന് ആ ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. നോമ്പൊക്കെ എങ്ങനെയുണ്ട് എല്ലാവർക്കും? നോമ്പൊക്കെ എല്ലാവർക്കും അടിപൊളിയായിട്ട് പോകുന്നെന്ന് വിചാരിക്കുന്നു. കുറച്ച് ദിവസമായി നമ്മളെ ഒന്നിച്ച് കണ്ടിട്ടില്ലേ. എന്താ കുറച്ച് ദിവസമായി ഞാൻ സ്ക്രീനിന് മുന്നിൽ വന്നിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്, അല്ല നമ്മൾ വ്ളോഗായിട്ട് വന്നിട്ട് കുറച്ച് ദിവസമായി. വേറെ ഒന്നുമല്ല, നടിയുടെ അസൗകര്യം മൂലം നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. പിന്നെ എന്താ സംസാരിക്കുക എന്നും ഞങ്ങൾക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നും വേണ്ട, നമുക്ക് ക്യാമറ ഓണാക്കി വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കുക എന്ന് പറയുമ്പോൾ ഇവള് പറയും ആൾക്കാർക്ക് ബോറടിക്കും, വെറുതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റ് ഇട്ടിട്ട് പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത്രയും ദിവസം ഒരു ഗ്യാപ്പ് വന്നത്. കുറേ പേര് കമന്റ് ഇട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഡെയിലി വീഡിയോ ഇടണം കേട്ടോ. എന്തിടാനാ, അതന്നെ ഡെയിലി എന്തിടാനാ. നമ്മള് എപ്പോഴെങ്കിലൊക്കെ എന്തിട്ടാലും അതിന്റെ അടിയിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് പറഞ്ഞിട്ട് ആൾക്കാരുണ്ടാവും. കൊറേ ആളിങ്ങനെ പറയും ഇത് ചെയ്യ അത് ചെയ്യുന്നൊക്കെ. ഇനി നമ്മൾ ചെയ്ത് കഴിഞ്ഞാല് അതിന്റെ താഴെ വന്ന് കൊറേ ആള് വേറെ പലതും പറയും. അതൊന്നും വലിയ കാര്യമൊക്കെ ഉണ്ടാവുന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴും നമ്മൾ വീഡിയോ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടിയിട്ടൊന്നുമല്ല, കുറേ കാലമായി നിങ്ങളായിട്ടൊക്കെ സംസാരിച്ചിട്ട്. അപ്പോൾ ഒന്ന് സംസാരിക്കാം, വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നോമ്പ്, നാട്ടിലൊക്കെ നല്ല ചൂടാന്ന് പറയുന്നുണ്ട്. ഇവിടെയും ചൂടൊക്കെ ഏകദേശം ഇങ്ങനെ തുടങ്ങി വരുന്നു. അപ്പോൾ ഞങ്ങളെന്ന് വിചാരിക്കുന്നത് ഞങ്ങൾക്ക് വന്ന നെഗറ്റീവ് കമൻസിനെ ഒന്ന് റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നെഗറ്റീവ് കമൻസ് പറയുന്നവരോട് നമ്മളെ ഒരു മറുപടി കൊടുക്കാം, അല്ലെങ്കിൽ നമ്മളെ കമന്റ് ബോക്സിൽ എത്രയും വെച്ചിട്ടാ വന്ന് റിപ്ലൈ ചെയ്ത്. ഞങ്ങള് ഒരു 99% കമൻസിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. സ്പോട്ടിൽ തന്നെ ഞങ്ങൾ കമന്റ് ഇട്ട ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ തന്നെ ഞങ്ങൾ റിപ്ലൈ കൊടുക്കും. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തന്നെ എനിക്കാണെങ്കിലും മെസ്സേജ് അയക്കുന്നുണ്ട്, ഞാനും എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്. ലൈക്ക് നമ്മള് നല്ലപോലെ നമ്മളടുത്ത് സംസാരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. സജഷൻ പറഞ്ഞ ആൾക്കാരുണ്ടോ, നിങ്ങൾ ഇങ്ങനെ ചെയ്യോ, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും കപ്പിൾസിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഓടി വന്ന് നമ്മളോട് പറയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, നിങ്ങളതൊന്ന് കണ്ടന്റ് ആക്കി ചെയ്യും, നിങ്ങൾ ചെയ്ത നല്ല രസം ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വരുന്നവരുണ്ട്. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. പിന്നെ മെസ്സേജ് അയച്ചിട്ട് നല്ലപോലെ മെസ്സേജ് അയച്ച് പറയുന്ന ആൾക്കാരുണ്ട്. അല്ലാണ്ട് ഫേക്ക് ഐ ഡി ഒക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാതിരിക്കാറുള്ളൂ. ഏതോ ഒരു സ്ത്രീ ഉണ്ട്, സ്ത്രീയാ സംഭവം, ഞാൻ ആ കമന്റ് അപ്പോൾ ഡിലീറ്റ് ചെയ്യലുണ്ട്. വെറും തെറിയടിക്കാൻ മാത്രമായിട്ട് കമന്റ് ഇടുന്ന ഒരാൾ ഇൻസ്റ്റാഗ്രാമിൽ, യൂട്യൂബിൽ അങ്ങനെയല്ല, ഇൻസ്റ്റാഗ്രാമിലാ. സെറീന എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു പേര്, ആളെ ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. DP അള്ളാഹു മുഹമ്മദ് എന്ന് എഴുതിയിട്ട് ഒരു റെഡിന്റെ ഇതിൻ്റെ ഉള്ളിലൊക്കെ വന്നിട്ടാ. പക്ഷെ കമന്റ് എടുക്കണേ നിർത്തിപ്പോടി, അഹങ്കാരം കണ്ടില്ലേ, അങ്ങനൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കാണാൻ ചാൻസ് ഇല്ല. ഞാൻ കമൻസിനൊക്കെ ഞാനാണ് കേട്ടോ അധികം റിപ്ലൈ കൊടുക്കാറ്. യൂട്യൂബിൽ വരുന്ന കമൻസ് ആയാലും ഞാനാണ് അധികം റിപ്ലൈ കൊടുക്കാറ്. കാരണം എൻ്റെ ഫോണിലും എൻ്റെ സിസ്റ്റത്തിലും എൻ്റെ ലാപ്പിലായാലും ലോഗിനാണ്, നമ്മളെ ചാനൽ ലോഗിനായ കാരണം അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ കമൻസിന് അപ്പോൾ തന്നെ റിപ്ലൈ കൊടുക്കാറുണ്ട്. പിന്നെ കുറേയൊക്കെ നോർമലാക്കി നമ്മൾ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മളങ്ങനെ നെഗറ്റീവ് കമൻറ്റിന് അങ്ങനെ അങ്ങോട്ട് ഇതൊക്കെ ആയിട്ടില്ല എന്നുള്ള. പിന്നെ ഇപ്പോഴത്തെ ഒരു തലമുറൻ്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ ഒരു പഴയ കാലഘട്ടത്തിൻ്റെ പ്രശ്നമാണോ എന്നുള്ള അറിയില്ല, എന്തിനേയും പോസ്റ്റ്മോർട്ടം ചെയ്യും. നമ്മൾ തമാശയ്ക്ക് വേണ്ടി ചെയ്ത സംഭവങ്ങളായിരിക്കും, അതിനെ മുറിച്ചിട്ട് അതിങ്ങനെ പറഞ്ഞ് ശരിയായോ, തമാശക്കൂടെ ആണെങ്കിൽ ഇങ്ങനെ പറയരുതേന്നോ. ഇപ്പോൾ ലാസ്റ്റ് റീസെൻ്റ്ലി ഇട്ട വീഡിയോയിൽ ഈ മറ്റേ പുട്ടുണ്ടാക്കിയിട്ട് ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തേക്ക് പോകുന്നുണ്ടൊരു വീഡിയോ ഇട്ടില്ല. അപ്പോൾ അതിൻ്റെ ലാസ്റ്റിൽ
എന്റെ മയ്യത്ത് എടുക്കുകയാണ് എന്ന രീതിയിൽ ഞാനൊരു ചെറിയൊരു വോയിസ് കെട്ടിയിരുന്നത്. നാട്ടുകാരെ ഒരു മരണ വാർത്ത എന്ന് പറഞ്ഞിട്ട് ഒരു അതിന് കോമഡിക്ക് വേണ്ടി ചെയ്തതാണ്. പക്ഷെ അത് കുറെ ആൾക്കാർ ലാസ്റ്റ് അത് വേണ്ടായിരുന്നു, അവരെ സ്നേഹം കൊണ്ട് പറയണായിരിക്കും. അതൊക്കെ നെഗറ്റീവ് കമന്റിൽ കൂട്ടാൻ പറ്റും. ഞങ്ങളെ നെഗറ്റീവായിട്ടാണ് ഞങ്ങളത് എടുക്കുക. തമാശനെ തമാശ രീതിയിൽ കാണുക, അത്രേ പറയുള്ളൂ. അല്ലാതെ എന്താ പറയുക. പക്ഷെ നമുക്ക് വല്ലാതെ നെഗറ്റീവ് കമൻസ് ഇല്ല. ഉള്ളതാണെങ്കിൽ നമ്മളിങ്ങനെ ഇഗ്നോർ ചെയ്ത് പോകുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് യൂട്യൂബിൽ നിങ്ങൾ എത്ര പേര് യൂട്യൂബ് യൂസ് ചെയ്ത് ഞാൻ റേഡിയോ അല്ലോ ഞാനാ പറഞ്ഞത്. ഞാൻ എന്താ പറയാ, എനിക്ക് യൂട്യൂബിന്റെ കാര്യത്തിൽ ഫസ്റ്റത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് യൂട്യൂബിന്റെ കാര്യത്തിൽ ഒന്നും ഐഡിയ ഇല്ല. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കൂട്ടാ, ഫസി എങ്ങനെയാ യൂട്യൂബ് നീ സെറ്റാക്കിയത്, യൂട്യൂബിൽ എങ്ങനെയാ വീഡിയോസ് ഇടണേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും. എനിക്കറിയില്ല. മേ ബി അവർ വിചാരിക്കുന്നുണ്ടാവും ഞാൻ അറിഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കാത്തായിരിക്കും, എന്ത് സാധനല്ലേ കുണിട്ട് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ സത്യമായിട്ടും എനിക്കറിയില്ല, സത്യമായിട്ടും എനിക്കറിയില്ല. യൂട്യൂബിന്റെ ഒരു കാര്യം എനിക്കറിയില്ല. ഞാൻ എൻ്റെ യൂട്യൂബ് ID കയറിയിട്ടാണ് ഞാൻ സെർച്ച് ചെയ്യും അജ്മൽ ഫസ്ന, എന്നിട്ട് ഞാൻ താഴെ പോയിട്ട് നോക്കും. സത്യം പറഞ്ഞാൽ എന്റെ ഐഡിയ ആണ് ചാനലാക്കി മാറ്റിയിട്ടുള്ളത്. ഇവൾക്ക് സെപ്പറേറ്റ് ഐഡിയ ആണ്. അപ്പോൾ ഇവള് കമന്റ്സ് ഒക്കെ അതിൽ കയറിയിട്ട് നോക്കുക. ഞാൻ എന്റെ ID കയറിയിട്ട് കമന്റ്സ് ഒക്കെ നോക്കുക. ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ കമന്റിന് ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ എന്റെ ID കയറിയിട്ടാണ് നോക്കല്. ഞാൻ എന്റെ യൂട്യൂബ് പോയിട്ട് ഞാൻ സെർച്ച് ചെയ്യും ഫസ്ന അജ്മൽ, എന്നിട്ട് ഞാൻ വീഡിയോ എടുത്ത് നോക്കും. എന്നിട്ട് ഞാൻ സബ്സ്ക്രൈബേഴ്സ് ഒന്നും അങ്ങനെ കയറുന്നില്ല. എന്തായാലും ആരും സബ്സ്ക്രൈബ് ചെയ്യാത്ത. അതാണ് ഞങ്ങള് എല്ലാ വീഡിയോക്കും പറയല്. കുറെ പേര് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നു. നമ്മളെ വ്യൂസ് നോക്കിയാൽ തന്നെ അറിയാം. അത്യാവശ്യം അൽഹംദുലില്ലാ കുഴപ്പമില്ലാത്ത വ്യൂസ് ഉണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് നമുക്കില്ല. ഇൻസ്റ്റയിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളോട് പേഴ്സണലായിട്ട് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. കാരണം നമ്മളൊരു 100 കണ്ടന്റ് ഇട്ടതിൽ 40 കണ്ടന്റും 100 വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ 40 അല്ലെങ്കിൽ ഒരു 45-50 കണ്ടന്റ്സും 1 മില്യൻ്റെ മേലെ വ്യൂസ് പോയിട്ടുണ്ട്. അത്രയും നമുക്ക് അൽഹംദുലില്ലാ നമ്മളെ വീഡിയോ റീച്ചായി പോകുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ളൊരു ഫോളോവേഴ്സ് നമുക്കത് കിട്ടിയിട്ടില്ല. പക്ഷെ ഉള്ളതെല്ലാം നമുക്ക് ജെന്യുവൻ ഫോളോവേഴ്സാണ്. അതൊരു സന്തോഷം. അത് ഞാൻ അവളോട് പറഞ്ഞു, നമുക്ക് ഉള്ളത് നല്ല ആൾക്കാരാണ്, ഉള്ളത് ജെന്യുവൻ ആയിട്ടുള്ള ആൾക്കാരാണ്. സോ അങ്ങനെ ആൾക്കാർ നമ്മളെ കൂടെ കൂടിക്കോളും എന്ന് പറഞ്ഞിട്ട് കൂടുമ്പോൾ കൂടട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ അടിയിൽ വരുന്ന ഒരു കമന്റ് എന്തായിരിക്കും അറിയോ? കണ്ടന്റ് ക്ഷാമം. അല്ല അങ്ങനെ നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ പറയൂല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങളങ്ങനെ ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടത് നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ ആണ് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെലക്ട് ചെയ്തത് നമ്മളെ സ്വറപറ. നമ്മളിങ്ങനെ വന്നിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളെ ഇത്രയും ദിവസത്തെ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം നമ്മളങ്ങനെ ഒരു കണ്ടന്റ് വെച്ചിട്ടല്ല ഇത്രയും കാലം സംസാരിച്ചുള്ളൂ. നമ്മളിങ്ങനെ ക്യാമറ ഓൺ ആക്കിയിട്ട്, ഞാൻ എല്ലാ വീഡിയോ പറഞ്ഞിട്ട് ഞങ്ങൾ ക്യാമറ ഇങ്ങനെ ഓൺ ആക്കും, വായി തോന്നിയിട്ട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പോകലാണ്. സോ കണ്ടന്റ് ക്ഷാമം എന്നുള്ളത് പുതിയ കാണുന്ന ആൾക്കാർ വിചാരിക്കുന്നുണ്ട് ഇവരിപ്പോൾ എന്താണ് ഇങ്ങനെ വീഡിയോ ഓൺ ആക്കിയിട്ട് ഇങ്ങനെയൊക്കെ എടുത്തിട്ട് വർത്താനം പറയുന്നു വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഞങ്ങൾ കൂടുതൽ വീഡിയോസും ഇങ്ങനെ തന്നെയാണ്. ഇഷ്ടപ്പെടുന്നവരെ കാണാം, അല്ലാത്തവർ ജസ്റ്റ് ഇഗ്നോർ. അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളെ വീഡിയോക്ക് കമൻ്റ് ഇടുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഞങ്ങൾക്ക് അറിയാൻ പറ്റും, അതായത് ക്രിയേറ്റർ ചാനൽ നമ്മുടെ പേരിലായിരുന്നു തന്നെ നമുക്ക് അതിൻ്റെ എത്ര പേര് കണ്ടു, ആരൊക്കെ കണ്ടെന്ന് അറിയാൻ പറ്റില്ല. എത്ര പേര് കണ്ടു, എത്ര ഷെയർ പോയി, എത്ര മിനിറ്റ് വാച്ച് ചെയ്തു, എത്ര സെക്കൻഡ് വീഡിയോസ് ആൾക്കാർ കാണുന്നുണ്ട്, ഫോണിലാണോ കണ്ടത്, സിസ്റ്റത്തിലാണോ കണ്ടത്, TV-യിലാണോ കണ്ടത്, ഏത് സ്ഥലത്ത്, ഏത് സിറ്റീസിൽ നിന്നാണ് ആൾക്കാർ കൂടുതൽ കാണുന്നത്, അങ്ങനെയൊക്കെ ഏത് ടൈമിലാണ് ആൾക്കാർ കൂടുതൽ കാണുന്നത്, അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ കമൻറ്റ്, നമ്മൾ വീഡിയോക്ക് സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്ന ആൾക്കാർക്ക് യൂട്യൂബ് ഒരു റാങ്കിങ് കൊടുക്കുന്നുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഫസി എൻ്റെ വീഡിയോക്ക് ഡെയിലി കമൻ്റ് ഇടുന്ന ഒരാളാണെങ്കിൽ ഫസി ഞങ്ങൾ പുതിയ വീഡിയോക്ക് കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഫസിൻ്റെ പ്രൊഫൈലിൻ്റെ പേരിൻ്റെ അടുത്ത് ഒരു ഇത് കാണിക്കും, ഒരു മാർക്ക്, ഒരു കിരീടോ അല്ലെങ്കിൽ ഒരു ഇങ്ങനെ പറഞ്ഞു പറ്റുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് വെച്ചെടുത്താൽ ഓക്കെ, ഒരു സ്റ്റാർ ഇങ്ങനെ കാണിക്കും. അതായത് ചിലപ്പോൾ അത് അവരുടെ പ്രൈവസി ഇഷ്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, അത് ഞാൻ കാണിച്ചത്. അത് ഫോർ എക്സാമ്പിൾ ഫസ്ന ഫൈസൽ കമൻറ്റ് ഓൺ യുവർ വീഡിയോ എന്ന് കാണിക്കും. ഫസ്ന ഫൈസലിൻ്റെ ഒപ്പം
ഒരു സിമ്പിളും കൂടി കാണിക്കും. അതിനർത്ഥം ഫസൽ നമ്മളെ സ്ഥിരമായിട്ട് നമ്മളെ വീഡിയോക്കൊക്കെ കമൻ്റ് ഇടുന്ന ആളാണ്. അപ്പോൾ ഒരുപാട് പേരെ ഞങ്ങൾക്ക് അങ്ങനെ ഇതുവരെ പേരോ നാളോ അവർ ഒറിജിനൽ പേരോ എന്താണോ എന്നറിയാത്ത ഒരുപാട് പേര് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങളെ പേരൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. കാരണം നമുക്കറിയാം വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവരെന്തായാലും കമൻ്റ് അടിക്കും എന്നറിയാം. കാരണം ഒരുപാട് പേരുണ്ട് അങ്ങനെ. ഞാനത് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല ആരൊക്കെയെന്നുള്ളത്. ഞാനങ്ങനെ കുറച്ച് ആൾക്കാരെ നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. അവരാരൊക്കെയെന്നുള്ളത് അറിയില്ല. പിന്നെ യൂട്യൂബിൽ അങ്ങനെ ചാറ്റ് ചെയ്യാനോ സംസാരിക്കാനൊന്നും പറ്റാത്ത കാരണം അവരാരാന്നൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ ഈ കമൻ്റ് അടിക്കണതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്ന ആളാണോ എന്നും ഞങ്ങൾ അറിയുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് സ്നേഹം, ഒരുപാട് സന്തോഷം. ഞാനിങ്ങനെ സംസാരിച്ച് എൻ്റെ ഇവിടെ വേദനയാണ്. എന്തെങ്കിലും ഒന്ന് മിണ്ടിയൊക്കെ കൈ വയ്യ. കൈ എവിടോ ചെന്ന് ഇടിച്ചിക്കണ്. ഷെയ്ഖുന കുറച്ച് വിഷമത്തിലാണ്. ഫസി കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞത് അവൾ ഏറ്റവും കൂടുതൽ വിഷമിച്ച ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ബോഡി ഷെയ്മിങ് ഉണ്ടായ ഒരു സിറ്റുവേഷൻ ഫസിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് എപ്പോഴാന്നുള്ളത് ഫസി പറയട്ടെ. എനിക്കറിയാം, എന്നാലും ഫസി ഡിസ്ക്ലോസ് ചെയ്യട്ടെ. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോക്ക് ഞാൻ അങ്ങനെ വർത്താനം പറഞ്ഞിട്ടേ ഏതോ ഒരു കുട്ടി ആരാന്നറിയില്ല കേട്ടോ, കുട്ടി അവൻ്റെ ഫസിത്ത നിങ്ങൾ എന്തൊക്കെയാ പറയണേ, നിങ്ങൾ ടോപ്പിക്കിൽ നിന്ന് വഴുതി പോകുന്നുണ്ട് കേട്ടോ എന്നൊക്കെ ഞാൻ അങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പം നമ്മളെ ഈ വീഡിയോ ആയി കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങുന്നത് അവസാനിക്കണം വേറെ വേറെ. അത് ഞാൻ എന്താണെന്നൊക്കെ അറിയില്ല കേട്ടോ, ഞാൻ അങ്ങനെ ബ്ലബ്ലബ്ലോ സംസാരിച്ചിട്ട് മേ ബി ടോപ്പിക്കിൽ നിന്നൊക്കെ വഴുതി പോയിട്ടുണ്ടാവും. എനിക്കറിയില്ല, കേൾക്കണം നിങ്ങൾക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ ആ കുട്ടി അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരം വിചാരിച്ചു അങ്ങനെയാണോ, ഇനി ടോപ്പിക്കിൽ ഫോക്കസ് ചെയ്യാൻ നോക്കണമെന്ന്. ഓക്കെ, അപ്പം അത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറ്റുകയാണെങ്കിൽ ഫോട്ടോസ് കാണിക്കാം കേട്ടോ. ഞങ്ങളത് ഓൾറെഡി പറഞ്ഞ് എന്തപ്പോൾ കാണിച്ച് എന്തോ കാണിച്ചില്ല ഞങ്ങള്. ഓക്കെ, അപ്പം എന്താണ് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഇങ്ങനെ ലൂസുള്ള ഡ്രസ്സ് ഇട്ടിട്ട് എന്നെ കാണുമ്പോൾ ഞാൻ ആ ഫ്ലോ കിട്ടണില്ല. ഓക്കെ, ഞാൻ ഓൾറെഡി തടിയുണ്ട്, അതിൻ്റെ കൂടെ ഞാൻ ലൂസുള്ള ഡ്രസ്സ് ഇടുള്ളൂ, എനിക്കതാണ് കംഫർട്ടബിൾ. അപ്പോൾ എന്നെ കുറച്ചും കൂടെ തടിയായിട്ട് തോന്നിക്കും. അതൊരു പോയിന്റ്. ഇനിയിപ്പോൾ ആ ബോഡി ഷേമിങ്ങിൻ്റെ ഇതിലേക്ക് പോകട്ടെ. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇവരെ വീട്ടിൽ നിന്ന് പെണ്ണ് കാണാൻ വന്ന സമയത്ത് ഞാൻ അത്ര തടിയൊന്നുമില്ല. അന്നത്തെ ഫോട്ടോ ഉണ്ട്, ഞാൻ സൈഡിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണൂലേ, ഓവറാക്കല്ലേ. അപ്പോൾ തടി ഉണ്ട് ഇട്ടാ, പക്ഷെ അത്ര തടിയൊന്നുമില്ല, ഒരു പാകം എന്നൊക്കെയാണ് എനിക്ക് തോന്നണേ. ഞാൻ കാണിച്ചു നിങ്ങൾ പറയും പാകമാണോ ഓവറാണോ എന്നൊക്കെ. അപ്പം ആ കോലങ്ങളാരും കാണുന്ന മക്കളെ എങ്ങനെയാണെന്നറിയോ, ഞാൻ പറഞ്ഞതാ. കണ്ണ് എഴുതിയിട്ടുണ്ട്, ഞാൻ മുന്നേ വീട് പറഞ്ഞു. ഇല്ല, ആ ഫോട്ടോയിലില്ല. കണ്ണിങ്ങനെ ഭയങ്കര കട്ടിയിൽ എഴുതും. എന്നിട്ട് ഇവിടെ രണ്ട് സൈഡിൽ ഇങ്ങനെ ഒരു വാല്, എന്നിട്ട് പിന്നെ ഇങ്ങനെ നിൽക്കുന്ന ഒരു തട്ട മഫ്ത ഇങ്ങനെ ചുറ്റി ചുറ്റി കിട്ടി ഇവിടെ ഇങ്ങനെ ഒരു ട്രെൻഡ്. എന്നിട്ട് ഇവിടെ മറ്റേ എന്താ പറയാ, ബോൾ പിന്ന് പച്ച മഞ്ഞ ഇങ്ങനെ ഈ മൊത്തത്തിലൊരു കൊല. ഞാൻ ഇപ്പൊ അങ്ങനെ ആലോചിക്കും, ഞാൻ എന്ത് കണ്ടിട്ടാന്ന് ഇഷ്ടപ്പെട്ടത്. ഞാൻ നിങ്ങളെ കാണുമ്പോഴേ ആലോചിക്കൂ, ഞാൻ ഫോട്ടോയിൽ കണ്ട ആളൊന്നല്ലതെന്ന്. ഞാൻ ഭയങ്കര ഗ്ലാമർ ആയിരുന്നു. ഞാൻ പറയട്ടെ. അപ്പോൾ അന്ന് അത്ര തടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ തടി ഞാൻ ഫോട്ടോ കാണിക്കാം, നിങ്ങൾ പറയിട്ടാ, പറഞ്ഞു തന്നെ പറയാതെ കഥയിലേക്ക് വരും. എന്നിട്ട് അത് കഴിഞ്ഞ് നിക്കായ സമയത്ത് മെയ് 15 ഇതിപ്പോ ഞാനവിടെ ഇരുന്ന് എന്നെ കെട്ടി തൂക്കിന്ന് ഇവിടെ. മെയ് 15 2022 അല്ലേ? 2022 നിക്കാ. അപ്പം ഞാൻ എന്താക്കിയെന്നറിയോ, നിക്കാഹിൻ്റെ ടൈം ആയപ്പോഴേക്കും ഞാൻ ഒന്നും കൂടെ കണ്ട് തടിച്ചു. അതെങ്ങനെയാന്ന് എനിക്ക് അറിയില്ല, ചിലപ്പം ഹാപ്പി ഹോർമോൺസ് കുറച്ചും കൂടെ തടിച്ച്. അപ്പം തടിച്ചിട്ട് നിക്കായി. അപ്പം അജുക്ക വന്നപ്പോൾ അജുക്ക മെലിഞ്ഞിട്ട് അതെന്താ സംഭവം തന്നെ, ഞാൻ പെട്ടെന്ന് മെലിയും പെട്ടെന്ന് തടിക്കും, അങ്ങനത്തെ ഒരു പ്രകൃതമാണ്. ഞാനിപ്പോൾ കല്യാണത്തിൻ്റെ ടൈമിൽ കല്യാണത്തിന് കുറച്ച് മുന്നേ ഞാൻ ഭയങ്കര തടി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞ് എടാ നിക്കാഹല്ലേ വരാൻ പോകണം, ഒന്ന് തടി കുറച്ചോ, ഭയങ്കര ബോറായിരിക്കും വയറൊക്കെ ചാടിയിട്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനന്ന് എനിക്ക് തോന്നുന്നത് 84 കിലോ ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ കല്യാണത്തിൻ്റെ ടൈം ആയപ്പോൾ ഞാനൊരു 76-77 കിലോ എനിക്ക് എത്തി. ഞാനൊന്ന് ഫുഡ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മെലിയും. ഇപ്പോൾ നോമ്പിനായി കഴിഞ്ഞാൽ നോമ്പ് ഫസ്റ്റത്തെ ഒരു
ഒരു 10 നോമ്പൊക്കെ ഞാൻ ഭയങ്കര ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പിറക്കുമ്പോൾ ഓട്സ് കഴിക്കുക, അത്താഴത്തിന് ഓട്സ്, അങ്ങനെയൊക്കെ ആയിട്ട് മധുരമൊക്കെ പറ്റ ഒഴിവാക്കി. അങ്ങനെ ഒരു 10 നോമ്പ് വരെ ഞാൻ പോയിട്ട് 3-4 കിലോ ഞാൻ കുറച്ചു 10 ദിവസം. അല്ലെങ്കിൽ നോമ്പിൻ്റെ ഒരാഴ്ച, പിന്നെ നോമ്പിൻ്റെ ഒരു 10 ദിവസം കൂടി കൂട്ടിയിട്ട് ഒരു 2 ആഴ്ച കൊണ്ട് ഞാനൊരു 3-3.5 കിലോ കുറച്ചു. പക്ഷെ 10ാമത്തെ നോമ്പണ്ട് കഴിഞ്ഞപ്പോൾ കോളേജിൻ്റെ ഇഫ്താർ, മഹലിൻ്റെ ഇഫ്താർ, ഫ്രണ്ട്സിൻ്റെ ഇഫ്താർ, ആ പരിപാടി, ഓഫീസ് ഇഫ്താർ എല്ലാം കൂടി ആയിട്ട് ആ 10 കിലോ ഞങ്ങൾ 8 കിലോ ആക്കി കൂട്ടി. ഇപ്പം കൂടി. ഇപ്പം ഞാനേ നമ്മളെ കൂടെ കൂട്ടിയാൽ കൂടില്ല, നോമ്പ് കഴിയട്ടെ എന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തടിക്കുക, പെട്ടെന്ന് മെലിയൊരു ഇതാണ്. അപ്പോൾ ഞാൻ ആ കല്യാണത്തിൻ്റെ ടൈമിൽ നല്ല അങ്ങോട്ട് മെലിഞ്ഞ്, ഞാൻ ഫോട്ടോ കാണിച്ചത് ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു. അപ്പം എന്താ, ഞാൻ തടിച്ചിട്ട് ചക്കക്കുട്ടി പോലെ അജിക്ക മെലിഞ്ഞിട്ട്. ഞാൻ 66 കിലോ ഉണ്ടായിരുന്നു, ഞാൻ നിൽക്കാൻ്റെ ടൈമിൽ 78 കിലോ. ഓ, തടിച്ചിട്ട് ഒരു ചക്കപ്പോത്ത്. പക്ഷെ നമുക്ക് എനിക്ക് സെൽഫ് ചക്കപ്പോത്ത് കറക്റ്റാ. എന്നിട്ട് എനിക്ക് സെൽഫ് ഫീൽ ചെയ്യണില്ല. അങ്ങനെ ആൾക്കാരൊക്കെ എന്നെ കാണുന്നവരൊക്കെ പറയണേ, എന്താ നീ ഇങ്ങനെ തടിച്ചിക്കണേ, എന്താ അങ്ങനെ തടിച്ചിക്കണേ. എനിക്കാന്നുണ്ടെങ്കിൽ അല്ല, ഞാൻ പറയുന്നില്ല, എനിക്ക് തടിച്ച ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തടി അങ്ങനെയല്ല, എനിക്ക് തടി ഒരാളായി കഴിഞ്ഞാൽ തടി വേണം. അപ്പോൾ എൻ്റെ വീട്ടിലായി കഴിഞ്ഞാലും വീട്ടിലായി കഴിഞ്ഞാലും എല്ലാവരും അത്യാവശ്യം തടിയുള്ള ആൾക്കാരാണ്. എന്താ നിങ്ങൾക്ക് പറയണമെന്നുണ്ടല്ലോ. ഇല്ല, ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് എൻ്റെ, അത്രയും ബെസ്റ്റ് ഫ്രണ്ട്. ഓള് മെലിഞ്ഞിട്ടാണ്, ഭയങ്കര മെലിഞ്ഞിട്ട് പറഞ്ഞാൽ ഭയങ്കര മെലിഞ്ഞിട്ട്. എൻ്റെ പകുതി ഉള്ളു ഓള്. ആരാണ്? ഓള്. പക്ഷെ ഓൾക്കറിയാം ഓള് സങ്കടം. ഓള് തടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന, ഓൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ലിമിറ്റില്ലേ, ഓൾക്ക് അത്രല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. ഓള് തടിക്കാത്തത് ഓളെ പ്രശ്നമല്ല. ഇപ്പം ഞാൻ തടിക്കണത് എൻ്റെ പ്രശ്നമല്ല. എൻ്റെ പാരമ്പര്യമായിട്ട് ചില ആൾക്കാർ പറയും പാരമ്പര്യമായിട്ടൊന്നും തടിക്കൂല എന്നൊക്കെ. പക്ഷെ എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് തടിക്കാനാണെങ്കിൽ ഞാൻ എന്തായാലും ഇങ്ങനെ തടിക്കൂല. ഒക്കെ അറിയില്ല. ഹോർമോൺ സ്ത്രീകൾക്ക് ഹോർമോൺ കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ആരെയും നമ്മളെ കമൻസിലായാലും ഒരുപാട് ബോഡി ഷേമിങ് ഞങ്ങൾക്കെതിരെ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ലാസ്റ്റ് വീഡിയോ ഇവള് നാട്ടിൽ പോണ വ്ളോഗിൽ എന്നെ പേഴ്സണലായിട്ട് ഭയങ്കര സങ്കടത്തിലാക്കിയ എന്നെ ബോഡി ഷെയിം ചെയ്തത്. അതായത് അജുക്കാനെ കണ്ടാൽ ഫസിൻ്റെ ഉപ്പ എന്ന് തോന്നും. അത് ഞാൻ ചെറുപ്പം മുതലേ, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു കോളേജ് കാലഘട്ടം അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ടൈം മുതലേ ഞാൻ കേൾക്കുന്ന ഒരു സംഭവമാണ്. എൻ്റെ പ്രായത്തിനൊത്ത ഒരു ലുക്കല്ല എനിക്ക് എന്നുള്ളത്. അതായത് കണ്ട ഒരു 30-35 തോന്നും എന്നുള്ള രീതിയിൽ ഇങ്ങനെ കേട്ട് ഇങ്ങനെ വിടാറാണ്. പക്ഷെ ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങിയപ്പോൾ അന്നത്തെ വീഡിയോയിൽ ആരോ പറഞ്ഞു ഇങ്ങനെ കണ്ടുകഴിഞ്ഞ ഫസിൻ്റെ ഉപ്പാനെ പോലെ ഉണ്ടെന്നോ, അജുക്കാനെ കണ്ട 40-കാരനെ പോലെ ഉണ്ടെന്നോ. അന്നും ഞാൻ വലിയ കാര്യമാക്കില്ല. പക്ഷെ അത് വിളിക്കത് ഭയങ്കര ഒരു അതായത് എന്നെ എന്താ അങ്ങനെ ആൾക്കാർ അങ്ങനെ പറയുന്നത് എന്നുള്ളത് ഇവൾക്ക് ഭയങ്കര സങ്കടമാണ്. പിന്നെ ആ കമൻറ്റ് എനിക്ക് തോന്നുന്നത് അതിന് ഒരുപാട് ലൈക്കും വന്നു. ഇപ്പം നിങ്ങളൊരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ കമൻറ്റിന് കുറേ ലൈക്ക് വന്നു കഴിഞ്ഞാൽ പുതിയൊരാളെ വീഡിയോ എടുത്ത് കാണുമ്പോൾ ഫസ്റ്റ് കാണാൻ കമൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ കാണുന്നവർ അത് കാണാം. അപ്പോൾ ലൈക്ക് അടിച്ചപ്പോൾ കുറേ ലൈക്ക് വന്നപ്പോൾ എനിക്ക് തന്നെ തോന്നി ശരിയാവണമല്ലോ, ചിലപ്പോൾ ശരിയായിരിക്കും, എന്നെ കാണാൻ അങ്ങനെ ആയിരിക്കും. പക്ഷെ ഞങ്ങൾക്കായിരിക്കും ഒരു കുഴപ്പമില്ല. പക്ഷെ അതാണ് ഒരാളെ നമ്മളൊക്കെ ഈ ക്യാമറന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് പറഞ്ഞിട്ടുള്ള ഒരാളെ പ്രശ്നം വന്നിരുന്നില്ലേ, ഇയാളെ സോഷ്യൽ മീഡിയയിൽ എത്രത്തോളം ആൾക്കാർ അറ്റാക്ക് ചെയ്തിരിക്കണ്. കാരണം എന്തോ ആയിക്കോട്ടെ, ഒരു മനുഷ്യനാണ്. അയാൾ അത്രയും കുറ്റം പറഞ്ഞ്, അത്രയും അയാൾക്കെതിരെ വീഡിയോ ചെയ്ത്, അത്രയും അയാളെ പറഞ്ഞൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് അയാൾ മരിച്ച വീഡിയോയിൽ വന്ന കമൻ്റ് ഒന്ന് വായിക്കണേന്ന്. നമ്മൾ വിചാരിക്കും ഈ മനുഷ്യൻ തന്നെ ജീവിച്ചിരുന്നപ്പോൾ എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ ആ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഒന്ന് പൊരുത്തപ്പെടിപ്പിക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്ന ഓരോ വാക്കും അത് അങ്ങനെ കിടക്കും. ഇത് നിങ്ങൾ പറഞ്ഞതൊക്കെ ഈ എല്ലാ സോഷ്യൽ മീഡിയ വരുന്ന ആൾക്കാരാവട്ടെ ഞങ്ങളാവട്ടെ, നിങ്ങൾ പറയുന്ന ഓരോ ബോഡി ഷെയ്മിങ്ങും ഓരോ നെഗറ്റീവ് ഞങ്ങളെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളെ കാണുന്നത് ഇപ്പൊ നിങ്ങളെ വന്നിട്ട് ഈ എന്ത് കറുത്തിട്ടാണ്, അല്ലെങ്കിൽ ഈ എന്ത് തടിച്ചിട്ട്, ഈ എന്ത് മെലിഞ്ഞിട്ടാണെന്നൊക്കെ പറയുമ്പോൾ
അയാൾ ഉള്ളിൽ അത് നിങ്ങളെ വിചാരിക്കേണ്ട ഒരു കാര്യം ഈ ഫിസിക്കൽ അപ്പിയറൻസിലോ അല്ലെങ്കിൽ ഈ നിറത്തിലോ മുടിയിലോ കളറിലോ ഒരു കാര്യമില്ല. സ്വഭാവം നന്നായി മതി. ഒരു കാര്യമില്ല. നമ്മള് പെർഫെക്റ്റ് ആണ് എന്നല്ല, ഞങ്ങള് പെർഫെക്റ്റ് ആണെന്നല്ല ഞങ്ങൾ ഒരിക്കലും പറയണത്. ഞങ്ങളെ പറയുന്നതും അല്ല. ലൈക്ക് പൊതുവെ ഒരാളെയും അവരെ ഫിസിക്കൽ അപ്പിയറൻസ് വെച്ച് ജഡ്ജ് ചെയ്യാനോ, നമ്മളിപ്പോൾ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അത് സത്യമാണോ കള്ളാണോ എന്നൊക്കെ അറിഞ്ഞിട്ട് ഒരാളെ ജഡ്ജ് ചെയ്യാൻ ശ്രമിക്കുക. ഒരാളെ കുത്തി 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 പറയുമ്പോൾ നാളെ ഒരു ദിവസം അവരില്ലാണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയണൊക്കെ നിങ്ങൾ ആരെ കൊണ്ട് എൻ്റെ ഒരു ഇത് എന്താണ് ഫ്രണ്ട് സർക്കിൾ എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ഒരു പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ എനിക്കറിയുന്ന ഒരാളുണ്ട്. അയാൾ എപ്പോൾ കണ്ടു കഴിഞ്ഞാലും എൻ്റെ നിറത്തെ പറ്റുമോ അല്ലെങ്കിൽ എൻ്റെ മുടിനെ പറ്റുമോ നെഗറ്റീവ് അല്ലാതെ പറയില്ല. എന്താ ആ കറുത്തല്ലോ, അല്ലെങ്കിൽ എന്താ ആകെ മുഖം ആകെ ഇതായിക്കണല്ലോ, മുടിയൊക്കെ പോയിക്കണല്ലോ. സംഭവം അവൻ കുറച്ച് വെളുപ്പുണ്ട്, നമ്മളിങ്ങനെ. അപ്പോൾ ആളാരാന്നൊന്നും ഞാൻ പറഞ്ഞത്, ഞാൻ ഒരു എക്സാമ്പിൾ പറയണം. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഈ മുടി എനിക്കൊരു മടിയില്ല, എനിക്ക് ആരും എന്നെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ബോഡി ടച്ച് ചെയ്തിട്ട് പറയുന്ന ആൾക്കാരുണ്ടല്ലോ. എൻ്റെ ബോഡി ഫുള്ള് ടച്ച് ചെയ്തിട്ട് എന്നോട് പറയും, നിൻ്റെ അവിടെ നല്ല തടിച്ചിട്ടാണ്, നിൻ്റെ ഇവിടെ നല്ല തടിച്ചിട്ടാണ്, നീ ഭയങ്കര തടിച്ചിട്ടാണ്, നിൻ്റെ ശരീരം വലുതും നിൻ്റെ മുഖം ചെറുതുമാണ്. ലൈക്ക് അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. ശരിക്കും ഞാൻ വിചാരിക്കും ഇതൊരിക്കലും ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളങ്ങനെ പറയരുത് എന്ന് അപേക്ഷിക്കാനല്ല. അല്ല, ഒരിക്കലും ആരും പറയരുത്. സത്യമായിട്ട് മക്കളെ ഞാൻ പറയാം. സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരാവട്ടെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിലുള്ളവരാവട്ടെ, നിങ്ങളെ കുടുംബക്കാരാവട്ടെ, മക്കളെ മറ്റുള്ള ഒരാളെ പറയാൻ നല്ല സുഖമാണ്. എനിക്കറിയാം കമന്റ് ബോക്സിൽ വന്ന് ടെക്സ്റ്റ് ചെയ്തിടാനും ഒരാളെ കുറിച്ച് അവര് എന്താന്ന് പോലെ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കാനും നല്ല സുഖമാണ്. നമുക്കപ്പോൾ ഒരു പ്രത്യേക മനസ്സൊക്കെ കിട്ടും. പക്ഷെ നാളെ നമ്മുടെ വീട്ടിലോ നമ്മുടെ മക്കൾക്കോ ഇല്ലെങ്കിൽ നമ്മുടെ ഉമ്മാനെയോ ഉപ്പാനെയോ അവർ മനസ്സിൽ പോലും അറിയാത്ത കാര്യങ്ങൾ വേറൊരാൾ അറിഞ്ഞ് എഴുതി വെച്ച് അല്ലെങ്കിൽ പറഞ്ഞ് അത് നിങ്ങൾ കേട്ട് നിങ്ങൾ അറിഞ്ഞെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സഹിക്കുമോ? നമുക്ക് നമ്മളേതിന് എന്തെങ്കിലും പറ്റിയാൽ മാത്രമേ നമുക്ക് വേദന ഉണ്ടാവുകയുള്ളൂ. മറ്റുള്ള ഒരാളെ പറയാൻ നല്ല സുഖമാണ്. മോട്ടിവേഷൻ സ്പീക്കിന് പോയിക്കോട്ടെ. അല്ല, ഞാൻ കാര്യമായിട്ട് പറയാം. നമ്മളെ വീഡിയോ കാണുന്ന നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് എന്തായാലും ഇത് മനസ്സിലാവുമെന്ന് എനിക്കറിയാം. കാരണം നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം. എനിക്ക് ഇത്ര പറയുള്ളൂ, ദയവിത് മക്കളെ ഒരാളെയും നമ്മൾ ബോഡി ഷേമിങ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരുപാട് കമന്റ്സ് ഇപ്പോ അജ മുടിയൊക്കെ പോയാലോ, കഷന്റെ ആയാലോ, പൈസ. രണ്ടാമത്തെ ഒരു കാര്യം പൈസേൻ്റെ കാര്യത്തിൽ കുറ്റപ്പെടുത്തണ എത്ര ആൾക്കാരുണ്ടെന്ന് അറിയോ. പൈസ ഇല്ലാത്തവനെ ഒരു കാറ്റഗറി ആയിട്ടും പൈസ ഉള്ളവനെ വേറൊരു കാറ്റഗറി ആയിട്ടും കാണുന്ന കുറേ ആൾക്കാരുണ്ട്. ഈ പൈസ ഒക്കെ പോകാൻ ഒരു സെക്കൻഡ് മതി. ഇപ്പം എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ, കുറേ ആൾക്കാരൊക്കെ അവർ തമ്മിൽ പറയുന്നുണ്ട്, അവളിപ്പോൾ എത്ര പ്രൊമോഷൻസ് ദുബായി പോയിട്ട് ചെയ്യുന്നത്, അവൾക്ക് എത്ര പൈസ കിട്ടുന്നുണ്ടാവും, ഓളൊക്കെ ലൈഫല്ലേ മക്കളെ, കിട്ടണില്ല പറയണില്ല, അൽഹംദുലില്ലാ നമുക്ക് കിട്ടുന്നുണ്ട്. പ്രൊമോഷൻ യൂട്യൂബിൽ നിന്ന് വല്ലാണ്ട് ഇല്ലെങ്കിലും നമുക്ക് പ്രൊമോഷൻസ് ആയിട്ട് നമുക്ക് വർക്കുകൾ കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിനനുസരിച്ചുള്ള ചെലവുകളും കാര്യങ്ങളും ഉണ്ട്. നമ്മളൊരിക്കലും ഞങ്ങൾ രണ്ടാളും ഫിനാൻഷ്യലി വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഫാമിലി നല്ല വരുന്നത്. അപ്പോൾ ആരെയും ഒന്നിൻ്റെ പേരിലും കുറ്റപ്പെടുത്താതിരിക്കുക. അപ്പോൾ ഞങ്ങൾ തുടങ്ങി വെച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ബാക്കിയുള്ളവരുടെ ബോഡി ഷേപ്പ്, ഇവളായാലും തടി ഉണ്ടല്ലോ, അല്ലെങ്കിൽ എന്നായാലും നിങ്ങളെ എന്താണ് കണ്ടു കഴിഞ്ഞാൽ 40 അല്ലെങ്കിൽ 35 തോന്നുമല്ലോ, നിങ്ങളെ മുടി പോയല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വയറൊക്കെ ചാടിയല്ലോ, അങ്ങനെയൊക്കെ പറയുമ്പോൾ കോൺഫിഡൻസ് പോകുന്ന ഒരാളാണ്. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറേയൊക്കെ ഇങ്ങനെ ഒഴിവാക്കി വിടെങ്കിലും ചിലതെങ്കിലും ഉള്ളിൽ തട്ടും. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കമ്പനിയിൽ HR വർക്ക് ചെയ്യുന്നത്. എനിക്കൊരു ടൈമിൽ ഓഫീസിലേക്കൊക്കെ ഇൻസൈഡ് ചെയ്തിട്ട് പോകാൻ മടിയായിരുന്നു. കാരണം എൻ്റെ തടി അല്ലെങ്കിൽ വയറ് കാരണം എനിക്ക് ഇൻസൈഡ് ചെയ്യാനൊരു മടിയായിരുന്നു. പിന്നെ കൂടെ നിൽക്കണ അൽഹംദുലില്ലാ നല്ല ഒപ്പം വർക്ക് ചെയ്യണ നല്ല മനുഷ്യരാണ്, ഫ്രണ്ട്സൊക്കെ നല്ല. അവർ പറഞ്ഞുതരും, ഇട്ട് തുടങ്ങ്, ബാക്കി ആ കോൺഫിഡൻസ് ഇങ്ങനെ വന്നോളൂ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഇപ്പോൾ തടി ഉണ്ടെങ്കിലും ഓഫീസിലൊക്കെ ഇൻ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആണ്. പക്ഷേ ചില കമൻസ് നേരത്തെ പറഞ്ഞ പോലെ ചില കമൻസ് നമ്മൾ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളെ നെഗറ്റീവ് കമൻസ് എങ്ങനെ നമ്മളെ ബാധിക്കുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇത്രയും പറഞ്ഞത്. നമുക്ക് ഒരു വിഷയം ഇല്ലായിരുന്നു നമ്മൾ തുടങ്ങുമ്പോൾ, പക്ഷേ നമ്മൾ സംസാരിച്ച് ഇവിടെ എത്തി. നമ്മൾ ശോകം ആണ് സംസാരിച്ചത്, എന്നത്തെ പോലെ തമാശയും ചിരികളൊന്നും ഇല്ല, ശോകമാണെന്ന് സംസാരിച്ചത്. അപ്പോൾ വേറെ എന്തെങ്കിലും പറയണ്ടോ? വേറെന്തോ ഒരു നെഗറ്റീവ് കമന്റിന്റെ കാര്യം ഞാൻ പറയാം. നെഗറ്റീവ് പോസിറ്റീവ് എന്തെങ്കിലും പറയാം.
പോസിറ്റീവ് എന്താ, സ്നേഹിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട്, അവരെ സ്നേഹം ഒരുപാട് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ചിലരെ കമന്റ്സ് ഒക്കെ ഞാൻ പിന്നെ പിന്നെ നമ്മൾ വായിക്കാറുണ്ട്. കരാമ പറഞ്ഞ നമ്മുടെ ദുബായിൽ കരാമയിൽ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതുവരെ പോയിട്ടില്ല. അതായത് ഇത് നോമ്പിനുള്ള പേക്കൂത്ത് അല്ലെങ്കിൽ നോമ്പിനുള്ള അയഞ്ഞാട്ടം എന്നൊക്കെ ആൾക്കാർ പറയുമെങ്കിലും എനിക്കത് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു വട്ടമെങ്കിലും അതൊന്ന് എക്സ്പ്ലോർ ചെയ്യണം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു ദിവസം പോയി. അയ്യോ, ഞാൻ അവിടുന്ന് പറഞ്ഞത് എൻ്റെ കല്യാണത്തിന് പോലും ഞാൻ ഇങ്ങനെ ചിരിച്ചിട്ടില്ല. ഇവിടെയൊക്കെ വേദന ആവുക. കാരണം അവിടെ കരാമ എന്ന് പറഞ്ഞത് കേരളത്തിന് ദുബായിയാണ്. അപ്പോൾ അവിടെ ഫുള്ള് മലയാളീസായ കാരണം എല്ലാവരും വന്നിട്ട് നമ്മളോട് സംസാരിക്കുക, ഫോട്ടോ എടുക്കുക, ഞങ്ങൾ വീഡിയോ കാണലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതാണ് നമുക്ക് സന്തോഷമായിട്ട് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. പെരുന്നാളിൻ്റെ മുന്നൊക്കെ ആയിട്ട് ഓരോ വീഡിയോ ആയിട്ട് വരാം. നമുക്ക് മെയിനായിട്ട് ടൈമും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും ഞാൻ വിചാരിക്കും കുറെ ചലഞ്ചിങ് വീഡിയോസ് ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിക്കും, പക്ഷെ സമയം കിട്ടുന്നത് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ക്ഷീണമാണ്. അത് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. നോമ്പ് തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും ഇത് കിടന്നാൽ മതി എന്നുള്ളൊരു മൈൻഡിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് മടി കാരണം ഇങ്ങനെ നീണ്ടുകൊണ്ട് പോയതാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാരെ മറക്കണ്ടേ, അപ്പോൾ ആരെയും ബോഡി ഷേമിംഗ് ഒന്നും ചെയ്യല്ലേ, നല്ല കുട്ടികളായിട്ട് ഇരിക്കണം കേട്ടോ, നല്ല കുട്ടികളാവുന്ന കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. നോമ്പൊക്കെ ഇനി 10 ദിവസം കൂടി ഉള്ള നോമ്പ്. അപ്പോൾ നോമ്പൊക്കെ നല്ല രീതിയിൽ നിർവഹിക്കുക. പെരുന്നാക്കൊക്കെ എന്താ പ്ലാൻ എന്നുള്ളത്, പെരുന്നാൾക്ക് എന്താ പ്ലാൻ എന്നുള്ളത് എല്ലാവരും കമൻറ്റിൽ പറയാം. UAE ഉള്ളവരാണെങ്കിൽ ഇൻഷാ അല്ലാ നമുക്ക് എല്ലാവരും കൂടി ഒന്ന് കൂടണം, നമുക്ക് എല്ലാവർക്കും ഒന്ന് മീറ്റ് ചെയ്യണം ഇൻഷാ അല്ലാ. ഞങ്ങൾക്കിപ്പോൾ കറൻ്റ്ലി പ്ലാനൊന്നുമില്ല, ഒരുപാട് പ്ലാൻ ഉണ്ടായിരുന്നു, ഒക്കെ ചീറ്റിപ്പോയി എന്ന് പറയാൻ പറ്റില്ല. അത് വഴിയേ പറയാം. നമ്മളൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ കൂടെ വരാൻ താല്പര്യമുള്ളവർ, നമ്മളെ ഫോളോവേഴ്സുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാനൊക്കെ നിൽക്കുകയായിരുന്നു. പക്ഷേ പീക്ക് ടൈമായ കാരണം ടിക്കറ്റിൻ്റെയും വിസൻ്റെയും കുറച്ച് ഇഷ്യൂസ് വന്നപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് പെരുന്നാൾക്കോ അല്ലെങ്കിൽ വേറെ എപ്പോഴെങ്കിലും പോവാം എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പെരുന്നാൾക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ ഇൻഷാ അല്ലാ പോകണം. വേറെ എന്തെങ്കിലുമൊക്കെ വ്ളോഗ് വിശേഷങ്ങളൊക്കെ വരികയാണെങ്കിൽ വ്ളോഗ് എടുക്കാൻ വരാം. ഡെയിലി വ്ളോഗ് എടുക്കുക എന്ന് പറയുന്നത് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അത് നിങ്ങൾക്ക് മടുപ്പായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ വളവളാന്ന് സംസാരിക്കുന്നുണ്ട്, ബോറടിക്കുന്നുണ്ടാവും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാ ഇനി വേറൊരു ദിവസം വരാം. അസ്സലാമു അലൈക്കും. തുടങ്ങി നിർത്തൂല. ഓക്കെ, ബൈ.